പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ പുസ്തകം വായിച്ചത്. വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു ഈ പുസ്തകം ആ രീതി വായിച്ചത്. ആ രീതിയിലുള്ള സംസാരങ്ങളാണ്, ഇതിനെക്കുറിച്ചുള്ള റിവ്യൂകളാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷക്കൊത്തുള്ളൊരു വിജയം ഈ പുസ്തകം വായനയിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത് നമ്മളെ മാനുഷിക മൂല്യങ്ങളോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ധാർമ്മികതയോടൊക്കെ ഒരു ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പ്രധാനമായിട്ട് ഇത് പക്ക മുതലാളിത്തം, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള പക്ക മുതലാളിത്തമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഒരു തലക്കും ഒരു സോഷ്യലിസമോ നമ്മുടെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളോ ഇതിന് പരിഗണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൽ ഈ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഒരു ലോകത്ത് നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ ആകെ തള്ളിക്കളയുന്ന ഒരു രീതിയാണ് ഈ പുസ്തകത്തിനുള്ളത്. അങ്ങനെ ഒരു കൃത്യമായൊരു വിദ്യാഭ്യാസ രീതിയിലൂടെ പഠിക്കേണ്ടതില്ല, ഓൺലി സാമ്പത്തികമായിട്ടുള്ള പണവുമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രം നേടിയാൽ മതി, അങ്ങനെ നമ്മൾ വിജയിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ, മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരാണ്, ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ പറയുന്ന അദ്ദേഹത്തിന് റോബർട്ട് കിയോസാക്കി, ഈ പുസ്തകം ഏകദേശം 212 പേജുകളാണുള്ളത്. ഒരുപാട് അധ്യായങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇതിൽ അദ്ദേഹത്തിന് 2 അച്ഛന്മാരാണ്. ഒന്നാമത്തെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ റിയൽ അച്ഛൻ, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രൊഫസറാണ്. രണ്ടാമത്തെ അച്ഛൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തെ അച്ഛനെന്ന് വിളിക്കുന്നു എന്നുള്ളത്, അതായത് ഈ വിദ്യാഭ്യാസ പണവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ബിസിനസ്സുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് നമ്മൾ പിൻപറ്റാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, എന്നാൽ അത്രത്തോളം നമുക്ക് പിൻപറ്റാൻ പറ്റുന്നതല്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അമേരിക്കൻ ബേസ്ഡ് മുതലാളിത്തം ഏകദേശം 1990കളിൽ 2000ൻ്റെ ഫസ്റ്റൊക്കെ ആയിട്ടുള്ള മുതലാളിത്തത്തിൻ്റെ കടന്നു വരവിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ മുതലാളിത്തം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒക്കെ ഉണ്ടായ അനുഭവങ്ങളാണിത്. പിന്നെ ഇത് ഒരു അമേരിക്കൻ ബേസ്ഡ് പുസ്തകമാണ്. അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളാണ്. നമ്മളെ ഈ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മിക്സഡ് എക്കോണമിയുടെ രാജ്യത്തൊന്നും ഇത് അത്രത്തോളം ഇതിൻ്റെ പ്രാവർത്തികത, അല്ലെങ്കിൽ നമ്മൾ പക്ക മുതലാളിത്ത മനോഗതിയിലേക്ക് മാറണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പുസ്തകം വായിക്കുക എന്നുള്ളത്, ആ വിഷയങ്ങളൊക്കെ അറിയാം, അതിൽ ചില കാര്യങ്ങളൊക്കെ, ഏതൊരു കാര്യം എടുത്താലും അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നന്മ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ നന്മകളൊക്കെ പിൻപറ്റാൻ വേണ്ടിയിട്ട് നമുക്കത് വായിക്കാം എന്നതിനപ്പുറം വലിയൊരു പ്രതീക്ഷയോടെ ഇത് വായിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. താങ്ക് യു.